സുവിശേഷം. ഇത് ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ അനേക ചെറുപ്പക്കാരെ ഞങ്ങൾക്ക് തെരുവിൽ നിന്ന് നേടുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഞങ്ങളിത് ആവേശത്തോടെ പ്രസംഗിക്കുന്നത്. ഒരു കവലയിൽ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അരയിലിരുന്ന പൈന്റ് കുപ്പി അതെടുത്ത് പുറത്തോട്ടും വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചിട്ടൊരു മനുഷ്യൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, സാറേ, ഈ നശിച്ച കുടിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഒരു മുഴം കയറിലെ ഒരു കുപ്പി വിഷത്തില് തീർത്തു കളയാമെന്ന് ചിന്തിച്ച് ഭ്രാന്തനെ പോലെ റോഡിൽ കൂടെ നടന്നുപോയ ഒരു ചെറുപ്പക്കാരൻ മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബസ് സ്റ്റാൻഡിന്റെ അപ്പുറത്ത് ഒരു ഭ്രാന്തനെ പോലെ നടന്നുപോയ ചെറുപ്പക്കാരൻ, ഭാര്യയും കുഞ്ഞും കുടുംബവും വിട്ടുപോയ ചെറുപ്പക്കാരൻ, ഒരു മുഴം കയറിലെ ഒരു കുപ്പി വിഷത്തിലെ തീർക്കാമെന്ന് പറഞ്ഞവൻ ഈ തെരുവിലെ പ്രസംഗം കേട്ടുമെന്നിട്ട് ഒടുവിൽ ഞങ്ങളുടെ അടുക്കൽ വന്ന് കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞുകൊണ്ട്, നഷ്ടപ്പെട്ടു പോയ എന്റെ കുടുംബം എനിക്ക് തിരിച്ചു പിടിക്കണമെന്നും ഈ നശിച്ച കുടിയിൽ നിന്ന് എനിക്കൊന്ന് മോക്ഷം പ്രാപിക്കണമെന്നും പറഞ്ഞ് അങ്ങനെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് എത്ര ചെറുപ്പക്കാരെ കൈപിടിച്ചുയർത്തുവാൻ, എത്ര ചെറുപ്പക്കാരെ അവരുടെ അമ്മയപ്പന്മാർക്കും സഹോദരങ്ങൾക്കും കൊള്ളാവുന്നവരാക്കി തിരിച്ചു കൊടുക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് സഹോദര. അതുകൊണ്ടാണ് ഞങ്ങൾ ആവേശത്തോടെ അഭിമാനത്തോടെ ഈ സന്ദേശം തെരുക്കോണുകളിൽ വിളംബരം ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നലെ വരെ സമൂഹത്തിന് വേദനയായി ജീവിച്ച അനേക ചെറുപ്പക്കാരെ നന്മയുള്ളവരാക്കി മുന്നോട്ട് കൊടുക്കുന്ന ഈ സമൂഹത്തിന് സംഭാവന ചെയ്യുന്ന ഉലകം കണ്ട യോഗ സന്ദേശം അത് സുവിശേഷമാണ്. ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സുവിശേഷം എന്റെ പേര് മാറ്റിയിട്ടില്ല, ഈ സുവിശേഷം എന്റെ സർട്ടിഫിക്കറ്റ് മാറ്റിയിട്ടില്ല, ഈ സുവിശേഷം എന്റെ മതത്തിനൊരു മാറ്റം വരുത്തിയിട്ടില്ല. മാറ്റം വന്നു. എന്ത്? 23 വർഷങ്ങൾക്ക് മുമ്പുള്ള ജീവിതം മാറി, 23 വർഷം മുമ്പ് വരെ ജീവിച്ച ജീവിതം മാറി, തരംതിരിച്ച് സ്നേഹിച്ച സ്നേഹം മാറി. കാവി ഉടുത്തവനെ കണ്ടാൽ പല്ലടിച്ചും തൊപ്പിയിട്ടവനെ കണ്ടാൽ സ്നേഹിച്ചും കുരിശേണ്ടവനെ കണ്ടാൽ പിശാചിനെ പോലെ കാണിച്ചു വെക്കാൻ നടന്നൊരു കാലത്തിൽ നിന്ന് ഇന്ന് കാവി ഉടുത്തവനെ വെപ്പിയിട്ടവനെ കൊന്തയിട്ടവനെ തോളെ പിടിച്ച് ബ്രദറെ എന്ന് വിളിക്കാൻ അഥവാ സഹോദര എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറാണ് സുവിശേഷം എന്നാൽ വരുത്തിയ മാറ്റം. വർഗീയത അല്പം പോലും പഠിപ്പിക്കാതെ അപ്പുറത്ത് കിടക്കുന്ന കാവി ഉടുത്തവനും ഇപ്പുറത്തെ തൊപ്പിയിട്ടവനും നിന്റെ സഹോദരനാണ്, അവനെയും നിന്നെയും സൃഷ്ടിച്ചത് ഒരു രക്തത്തിൽ നിന്നാണ്, ആദാം എന്ന് പറയുന്ന ഒറ്റ രക്തത്തിൽ നിന്നാണ് ഈ മനുഷ്യജാതിയെ സൃഷ്ടിച്ചത് എന്ന് ഈ പുസ്തകമാണ് എന്റെ തലച്ചോറിനകത്ത് പഠനം നൽകിയത്. അതുകൊണ്ട് സകല മനുഷ്യരെയും സഹോദര എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറാണ് ഈ സുവിശേഷം ഷമീറിൽ വരുത്തിയ മാറ്റം. ഒരു വാക്ക് പറഞ്ഞ് ഒന്ന് രണ്ട് ചിന്തകൾ പറഞ്ഞു നിർത്താം. സുവിശേഷം മനുഷ്യനെ എങ്ങനെ രക്ഷിക്കുന്നു? സ്വാഭാവികമായിട്ടും ചോദ്യം ഉണ്ടാകും, ഇതെങ്ങനെയാ കണ്ടുപിടുത്തങ്ങൾക്കും ടെക്നോളജിക്കും ഒന്നും കഴിയാത്ത കാര്യം ഈ സുവിശേഷത്തിന് സാധ്യമാകുന്നത്? ഒന്ന് ശാന്തമായി പറയാൻ കേട്ടെ. ഈ സുവിശേഷം മനുഷ്യനെ രക്ഷിക്കുന്നത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ ഈ മനുഷ്യൻ എന്തുകൊണ്ടാണ് ഈ തിന്മയിലേക്ക് പോകുന്നതെന്ന് ആദ്യം അറിയണ്ടേ, കാര്യമറിയണ്ടേ. ഒരു ഡോക്ടറെ കാണാൻ പോയാൽ രോഗം എന്താണെന്ന് അറിഞ്ഞിട്ടല്ലേ മരുന്ന് തുടങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മനുഷ്യന് തിന്മയിലേക്കും തെറ്റിലേക്കും പോകാനുള്ള കാരണം എന്താണെന്ന് മലയാളിയുടെ തലച്ചോറ് ആദ്യം ചിന്തിക്കണം. അപ്പൊ ചില ആളുകൾ പറയും അത് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണെന്ന്. കൊടുമണിലെ എന്റെ സഹോദരന്മാർ പറഞ്ഞ് മദ്യപാനം ഹാനികരമാണെന്ന് അറിയാതെ കുടിക്കുന്ന ഒരു കുടിയൻ കേരളത്തിലുണ്ടോ? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അറിയാതെ കുടിക്കുന്ന ഒറ്റ കുടിയൻ കേരളത്തിലില്ല. ചില ആളുകൾ പറയും എഴുത്തും വായന അറിയാത്തവരെ അറിയത്തില്ലല്ലോ എന്ന്. അതിനല്ലേ ഇവിടെ വയോജന വിദ്യാഭ്യാസം നടപ്പിലാക്കി. സകല കളവന്മാരെയും പഠിപ്പിച്ചില്ലേ? ഇനി വായിക്കാതെ ആരും കുടിക്കരുതെന്ന് സർക്കാർ നിർബന്ധമുണ്ട്. അതുകൊണ്ട് വയോജന വിദ്യാഭ്യാസം നടപ്പിലാക്കി. അറിയാതെ കുടിക്കുന്ന ഒറ്റ കുടിയനുമില്ല. പുകവലി ആരോഗ്യത്തിന് വിപത്താണെന്ന് അറിയാതെ വലിക്കുന്ന ഒരു പുകവലിക്കാരനും നമ്മുടെ നാട്ടിലില്ല. അറിയാം ഇത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഈ തെറ്റിലേക്ക് എന്തുകൊണ്ട് മനുഷ്യൻ പോകുന്നു എന്ന് ഒരു നിമിഷമെങ്കിലും ബുദ്ധിയുള്ളവൻ ചിന്തിക്കണം. കാരണം എന്താ ഒന്ന് പറയട്ടെ. പണ്ട് കാലത്ത്, നമ്മുടെ ചെറുപ്പകാലത്ത്, നമ്മുടെ ഈ പഴക്കടയിലൊക്കെ വന്ന് 1 കിലോ മുന്തിരി വേണമെന്ന് പറഞ്ഞാൽ കടക്കാരൻ എന്താ ചെയ്തത്? ഓർമ്മയുണ്ടോ? പണ്ട് കാലത്ത്, ഇപ്പോഴല്ല കേട്ടോ, പണ്ട് നമ്മുടെ ബാല്യകാലത്ത് പഴക്കട വന്ന് 1 കിലോ മുന്തിരി വേണമെന്ന് പറഞ്ഞാൽ കടക്കാരൻ ചെയ്തെന്താ? തോളിൽ കിടക്കുന്ന തോർത്തെടുത്ത് ആ മുന്തിരിയിൽ ഒരു വീശുമായിരുന്നു. എന്തിനാ? മുന്തിരിക്കകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈച്ചകളെ മുഴുവൻ ആട്ടിപ്പായിച്ചിട്ടല്ലേ പണ്ട് നമുക്ക് 1 കിലോ മുന്തിരി നോക്കി തന്നത്. അന്ന് നമ്മുടെ കുഞ്ഞു മനസ്സ് പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഈ കടക്കൊട്ടും വൃത്തിയില്ലെന്ന് പറഞ്ഞു. എന്നാൽ കാലം മുന്നോട്ട് പോയി. ഇന്നത്തെ പഴക്കടയിൽ നിങ്ങൾ നോക്കേ, സ്കാൻ ചെയ്താൽ പോലും ഒറ്റ ഈച്ച മുന്തിരിയുടെ പഴത്തിന്റെ പരിസരത്തില്ല. എന്താ? കടയ്ക്ക് വൃത്തി കൂടി എന്താണെന്നാണോ നിങ്ങളുടെ ചിന്ത? അല്ലല്ല. ഈച്ചക്കറിയാം ഇതിന്റെ അകത്ത് വന്നിരുന്നാൽ തട്ടിപ്പോകും, ഇതിന്റെ അകത്ത് വന്നിരുന്നാൽ തട്ടിപ്പോകും. ഈച്ചക്കറിയാം. അതുകൊണ്ട് ഈച്ച വഴിമാറി നടക്കുക. ഇതിന്റെ അകത്ത് വന്നിരുന്നാൽ തട്ടിപ്പോകും. കാരണം അതുപോലുള്ള പ്രവർത്തനങ്ങളാണ്, രാസപരമായ കാര്യങ്ങൾ കൊണ്ട് വിരട്ടി തേച്ച് ആപ്പിള് തിളങ്ങി നിൽക്കുന്നു, ഓറഞ്ച് തിളങ്ങി നിൽക്കുന്നു, മുന്തിരി തിളങ്ങി നിൽക്കുന്നു, ഇതെല്ലാം പുരട്ടി തേച്ച് വെച്ചിരിക്കുക. അതുകൊണ്ട് ഈച്ചക്കറിയ ഇതിന്റെ അകത്ത് വന്നിരുന്നാൽ തട്ടിപ്പോകും. അതുകൊണ്ട് ഈച്ച വഴിമാറി പറക്കുകയാണ്. നമ്മുടെ കൺമുമ്പിൽ കൂടെ നടന്നു പോകുന്ന ഉറുമ്പിന്റെ മുമ്പിൽ അല്പം ഉപ്പും അല്പം പഞ്ചസാരയും ഇട്ടുകൊടുത്ത് മാറി നിന്നാൽ ഉറുമ്പ് നടന്നു വന്ന് രണ്ടും മണത്ത്
മാറ്റി നോക്കും. എന്നിട്ട് കൂട്ടുകാരെയൊക്കെ വിളിക്കും, വരിവരിയായി പഞ്ചസാര ചുമന്നുകൊണ്ട് പോകുന്ന കാഴ്ച കാണാം. ഉറുമ്പിനോട് ചോദിക്കും, ഉറുമ്പേ ഉപ്പും വെളുത്തിരിക്കുന്നു പഞ്ചസാരയും വെളുത്തിരിക്കുന്നു, ഈ രണ്ടും ഞങ്ങൾ മനുഷ്യന്മാർ ഉപയോഗിക്കുന്നു, എന്നിട്ടും താങ്കൾ എന്താ ഉപ്പെടുക്കാതെ പഞ്ചസാര എടുത്തെന്ന് ചോദിച്ചാൽ സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഉറുമ്പ് പറയുന്ന മറുപടി ഇത്രയേ ഉള്ളൂ, എന്റെ ചേട്ടാ വേറെ പിണക്കം കൊണ്ടൊന്നുമല്ല, ഈ ഉപ്പിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന സോഡിയം അത് ഞങ്ങളുടെ ശരീരത്തിന് ദോഷം വരുത്തും, അതുകൊണ്ട് എടുത്തില്ലെന്നേ ഉള്ളൂ. കണ്ടോ, നിസാരപ്പെട്ട ഈച്ചയും ഉറുമ്പിൽ ശരീരത്തിന് ദോഷം വരുത്തുന്ന വിഷയത്തിൽ നിന്ന് മാറി നടക്കുമ്പോൾ ഇവിടെ വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ, വിവേകമുള്ള മനുഷ്യൻ, വിവരമുള്ള മനുഷ്യൻ, സാക്ഷരതയുള്ള മനുഷ്യൻ, ആത്മാവുള്ള മനുഷ്യൻ, അവൻ അറിയാവുന്ന മാതൃഭാഷയിൽ വെണ്ടയ്ക്ക പോലെ എഴുതി വെച്ചിട്ടും വെളുപ്പാങ്കാലത്ത് വിറയ്ക്കുന്ന കൈയുമായി ലുങ്കിയും വാരി ചുറ്റി ബിവറേജിന്റെ തിണ്ണയിലേക്ക് ഓടുന്നത് അറിവില്ലായ്മ അല്ല സഹോദര. അറിഞ്ഞിട്ടും തെറ്റാണെന്നറിഞ്ഞിട്ടും ഈ തെറ്റിലേക്ക് അവനെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു അദൃശ്യ ശക്തിയുടെ പിടിയിലാണ് മനുഷ്യൻ എന്നുള്ള യാഥാർത്ഥ്യമാണ് ഞങ്ങൾ വിളംബരം ചെയ്യുന്ന സുവിശേഷത്തിന്റെ ആപ്തവാക്യം. എന്താണ് അദൃശ്യ ശക്തി എന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾ ഉപദേശമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് കുടിയിരിക്കുന്ന പാപം എന്ന് പറയുന്ന വിപത്ത്. ഈ പാപമാണ് അവനെ തിന്മയിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ കവലകളിൽ നിന്ന് വിളിച്ചു പറയുന്നത് മനുഷ്യൻ പാപിയാണ്, അവന് പാപമോചനം ആവശ്യമുണ്ട്. 2026 കമ്പ്യൂട്ടർ യുഗത്തിൽ നിന്നുകൊണ്ട് ഉപദേശമാര് തൊണ്ടകീറുക മനുഷ്യൻ പാപിയാണെന്ന്. ഇവിടെ ഡിഗ്രിക്ക് പഠിക്കുന്ന പിള്ളേരൊക്കെ ഉള്ള നാടാ. പിള്ളേർ ചിരിക്കത്തില്ലേ, ഇവിടെ മനുഷ്യന്മാരെ, മനുഷ്യൻ കുടുങ്ങിൽ നിന്ന് കൊട്ടാരത്തിലെത്തി, ആകാശത്തുകൂടെ പറക്കാൻ തുടങ്ങി, ചൊവ്വ